ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റീസ്റ്റോറേഷൻ അഥവാ ഒരു റിപ്പയറിംഗ് വീഡിയോ ആണ്. ഒരു ഫിലിപ്സിൻ്റെ ഒരു മൊബൈൽ ഫോണാണെന്ന് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ഇതിൻ്റെ ബോഡി ഒന്ന് ഇളക്കി നോക്കാം. ഫുൾ നല്ല പൊടിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഫോണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായത് ഈ ഫോൺ ഉപയോഗിക്കുന്നില്ല. അത് ഓണാവാത്തത് കൊണ്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറാണത്. സ്പീക്കർ സോൾഡറിങ്ങിന് ഇളകി പോയിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആ ബോർഡ്. വൈബ്രേറ്ററിൻ്റെ വയർ സോൾഡറിങ്ങിന് ഇളകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തുവാണ് കംപ്ലൈൻറ്റ്? ഐ സി ആണോ, റെസിസ്റ്റർ ആണോ, കപ്പാസിറ്റർ ആണോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഒരു കപ്പാസിറ്ററാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പാസിറ്റർ ഓക്കെ ആണ്, വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ വൈബ്രേറ്ററും അതിൻ്റെ സ്പീക്കറും സോൾഡർ ചെയ്ത് വെക്കാം. അത് രണ്ടും സോൾഡർ ചെയ്ത് വെക്കുന്നത് ഡീസോൾഡർ ആയിപ്പോയതാണ്. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഡീസോൾഡർ ചെയ്തിരിക്കുകയാണ്. ഡീസോൾഡർ ആയതിന് സോൾഡർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് ബോഡിയിലേക്ക് സെറ്റ് ചെയ്യാം.
കീപാഡിലൊക്കെ നല്ലപോലെ അഴുക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ആ ബോഡിയും കൂടെ അതിനെ സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഒറിജിനൽ ബാറ്ററിയാണ്, ഫിലിപ്സ് ഒറിജിനൽ ബാറ്ററിയാണ്. അപ്പോൾ ഇത് 2 വർഷമായിട്ട് ഉപയോഗിക്കാറുന്നതുകൊണ്ട് ചാർജ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ചാർജ് ഇല്ല, കാരണം 2 വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേറെ അതേ പോയിന്റ് വരുന്ന ബാറ്ററി എടുക്കാം. സെയിം ടൈപ്പ് ബാറ്ററിയാണ്, നീളം കുറവാണെങ്കിൽ സെയിം ടൈപ്പാണ്. അപ്പോൾ ആ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിൽ ചാർജ് ഉണ്ടോ ഇല്ലയെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിൽ ചാർജ് ഉണ്ട്. 3 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ആ ബാറ്ററി ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിപ്പോൾ നോക്കുന്നത് അത് ഷോർട്ടിങ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എവിടെയെങ്കിലും ബോഡി ഷോർട്ടിങ് ഉണ്ടോ എന്ന്. അപ്പോൾ ബോഡി ഷോർട്ടിങ് ഒന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഇനി നമുക്ക് ബാറ്ററി ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. കംപ്ലൈൻറ്റുകളൊന്നും വേറെ ഇല്ല. സ്പീക്കർ ഒക്കെ ഓക്കെയാണ്, വൈബ്രേറ്ററും ഓക്കെയാണ്. നമുക്കിനി പഴയ ബാറ്ററി, അതിൻ്റെ ഒറിജിനൽ ബാറ്ററി ചാർജ് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ ബാറ്ററിയിൽ നമ്മൾ ഫോണിലിട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ അതിൽ ചാർജ് കയറത്തില്ല. അതുകൊണ്ട് ഒരു DC വോൾട്ട് കറണ്ട് എടുത്ത് ഡയറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ബാറ്ററിയിൽ ചാർജ് കയറുള്ളൂ, ഇല്ലെങ്കിൽ ബാറ്ററി ചാർജ് കയറത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരെ കണക്ട് ചെയ്യാൻ ഇതേപോലെ റബ്ബർ ബാൻഡ് സോൾഡർ ചെയ്ത്, റബ്ബർ ബാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിലേക്ക് ഇടുമ്പോഴത്തേക്കും അതൊരു പണിയാവും. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററുള്ള ചാർജർ തന്നെ ഉപയോഗിക്കുക. അതാകുമ്പോൾ ചാർജ് കയറി കഴിഞ്ഞാലും ലൈറ്റ് കത്തി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചാർജ് കയറിയിട്ടുണ്ടെന്ന്. ഇതേപോലെ ലൈറ്റ് കത്തി കാണും. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, അതിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മളത് കറണ്ടിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് കത്തും. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ചാർജ് കയറി എന്ന്. ഇനി ഇതിൽ കറണ്ട് നോക്കാം, എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ 3.53 വോൾട്ട് കറണ്ട് ഉണ്ട്. നമുക്കിനി ഇത് ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിരിക്കുകയാണ്. കംപ്ലൈൻറ്റുകളൊന്നുമില്ല. സ്പീക്കർ അതുപോലെ തന്നെ എല്ലാ വൈബ്രേറ്ററൊക്കെ ഓക്കെയാണ്. ബാറ്ററി ചാർജ് കുറവാണ്, കാരണം ഞാൻ ഒരു 5 മിനിറ്റ് താഴെ മാത്രമേ ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ ഡയറക്റ്റായിട്ട്.
ഇനി നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് ചാർജർ ഉപയോഗിച്ച് ഒറിജിനൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. ഫോണിലിട്ട് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ചാർജ് കയറുന്നില്ലല്ലോ, അടിച്ചു പോയോ? ഓ ഫ്രണ്ട്സ്, ഇവിടെ ബഡ്ജായിട്ടിരിക്കുകയാണ് എൻ്റെ ബോഡി, അതുകൊണ്ട് ചാർജർ കൃത്യമായി കയറുന്നില്ല. അതുകൊണ്ട് നമുക്കിത് ബോഡി ഊരിയിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചാർജ് കയറുന്നുണ്ട്. കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. ഫോണ് പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഓക്കെയാണ്. ചാർജർ കണക്റ്റ് ആവാത്തത് ഇവിടെ ബഡ്ജായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ചാർജർ സ്യൂട്ടാവാത്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.